നമസ്കാരം. ഒരു മാസം മുൻപ് ദേവസ്വം ഓംബുഡ്സ്മാൻ സീൽ വെച്ച കവറിൽ ഒരു നിർദ്ദേശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് നൽകുന്നു. ഇൻസ്പെക്ടർ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണറും വിജിലൻസ് എസ്പിയുമാണ് ഈ കത്ത് വാങ്ങിയത്. തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന അഴിമതിയാണ് വിഷയം. അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാനായിരുന്നു ആവശ്യം. ഇതിന് പിന്നാലെ ഇൻസ്പെക്ടർ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർക്ക് പ്രൊമോഷൻ കിട്ടുന്നു. ഉടൻ ദേവസ്വം സെക്രട്ടറിയുടെ പദവിയിലുമെത്തി. ബോർഡിലെ സീനിയോറിറ്റി അനുസരിച്ച് തിരുവാഭരണം കമ്മീഷണർ റെജിലാലിന് അവകാശപ്പെട്ടതായിരുന്നു ദേവസ്വം സെക്രട്ടറി പദം. എന്നാൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിൽ സംശയനിഴലിലുള്ള റെജിലാലിന് ആ പദവി നൽകിയില്ല. പകരം പ്രൊമോഷൻ കിട്ടിയ ആളിന് നൽകി. ഇതിന് കാരണം ഒരു മാസം മുൻപ് ദേവസ്വം ഓംബുഡ്സ്മാൻ സീൽ വെച്ച കവറിൽ നൽകിയ അഴിമതി നിർദ്ദേശം പുറത്തു വരാതിരിക്കുക എന്നതാണ് ലക്ഷ്യം. ദേവസ്വം വിജിലൻസ് എസ്പിയും സ്വർണ്ണപ്പാളി അന്വേഷണ തിരക്കിലായതുകൊണ്ട് ആ ഫയൽ തുറക്കുന്നില്ല. ഓംബുഡ്സ്മാൻ നൽകിയ ഈ അന്വേഷണം ആവശ്യം അട്ടിമറിക്കാൻ തന്ത്രപരമായ കളികളാണ് നടക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ലെന്നതാണ് വസ്തുത. പ്രസിഡന്റിനെ നിയന്ത്രിക്കാൻ സെക്രട്ടറിയേറ്റ് നിർദ്ദേശപ്രകാരമുള്ള ലിസ്റ്റിൽപ്പെട്ടവരും ഈ അഴിമതി അന്വേഷണ പരിധിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫയൽ ഇനി പുറത്തേക്ക് വരില്ലെന്നാണ് ദേവസ്വത്തിലെ അണിയറ സംസാരം. അച്ഛൻ കോവിൽ അഴിമതിയും മലയാളപ്പുഴ ദേവസ്വത്തിലെ സസ്പെൻഷന് ശേഷമുള്ള വിശദീകരണത്തിൽ തെളിഞ്ഞ പീഡനവും പോലെ ഇതും ആവിയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ അന്നദാനം വഴിപാട് നടത്തി വരുന്നുണ്ട്. കാലാകാലങ്ങളിൽ വഴിപാട് തിരക്കുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് റേറ്റും വർദ്ധിപ്പിക്കും. സമീപകാലം വരെ 30 രൂപയായിരുന്നു ആളൊന്നിന് അനുവദിച്ചിരുന്നത്. ഇതിൽ 18 രൂപ സപ്ലയർക്കും 12 രൂപ മുതൽ കൂട്ടമാണ്. സപ്ലയർ എന്നാൽ ദേവസ്വത്തിന്റെ ചുമതലക്കാരനായ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, സബ് ഗ്രൂപ്പ് ഓഫീസറാണ്. മുതൽക്കൂട്ട് തുകയാണ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന് ലഭിക്കുന്നത്. 15/3/2025 ROC 905222/NS നമ്പർ ഉത്തരവിൽ പ്രകാരം വഴിപാട് നിരക്കുകൾ പരിഷ്കരിക്കുമ്പോൾ അന്നദാന വഴിപാടിന്റെ നിരക്ക് ആളിനൊന്ന് 40 രൂപയായി നിശ്ചയിച്ചു. ഇതിൽ 25 രൂപ സപ്ലയർക്കും 15 രൂപ മുതൽക്കൂട്ടുമാണ്. 17/4/2024 ROC 1041/12 സ്യൂട്ട് NS നമ്പർ ബോർഡ് ഉത്തരവനുസരിച്ച് തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിൽ സാധാരണ ദിവസങ്ങളിൽ പരമാവധി 500 പേർക്ക്, വിശേഷ ദിവസങ്ങളിൽ 750 പേർക്കും അന്നദാനം കൊടുക്കുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. 30/7/2024 ROC 1041/12 സ്യൂട്ട് NS നമ്പർ ബോർഡ് അനുസരിച്ച് തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ എണ്ണം സാധാരണ ദിവസങ്ങളിൽ 1000ഉം വിശേഷ ദിവസങ്ങളിൽ 1200ഉം ആയി ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അന്നദാനത്തിന്റെ ആളെണ്ണം ക്രമാതീതമായി വർദ്ധിച്ച സമയത്ത് തിരുവല്ലം ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന വ്യക്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രസാദിന്റെ അതിവിശ്വസ്തനായിരുന്നു. തിരുവല്ലം ക്ഷേത്രത്തിൽ ബലികർമ്മങ്ങൾ രാവിലെ 10:30 അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ച് ഭക്തജനങ്ങൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അന്നദാനം 11 മണി കഴിഞ്ഞ് ആരംഭിക്കുമ്പോൾ 100ഓളം പേർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. വിശേഷ ദിവസമാണെങ്കിൽ 200 പേരോളം കാണും. തിരുവല്ലം ക്ഷേത്രത്തിലെ വിശേഷ ദിവസം എന്നാൽ മാസത്തിൽ 2 വാവും പരശുരാമ ജയന്തി തുടങ്ങിയവയും മാത്രമാണ്. പ്രസിഡന്റിന്റെ അടുപ്പക്കാരൻ എന്ന പദവി ഉപയോഗിച്ച് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണറെയും ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിച്ചാണ് ഇപ്രകാരം ക്രമാതീതമായ വർധന വരുത്തിയിട്ടുള്ളതെന്നാണ് പരാതി. വ്യാജരേഖകളടക്കം സൃഷ്ടിച്ചാണ് ഇത് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റമാണിത്. അന്നദാനത്തിന്റെ എണ്ണം ക്രമീകരിക്കുന്നതിന് രജിസ്റ്റർ, കൂപ്പൺ, പ്രത്യേക ഫണ്ട് തുടങ്ങി ബോർഡിന്റെ ഉത്തരവിലെ എല്ലാ നിർദ്ദേശങ്ങളും കാറ്റിൽ പറത്തി വൻ തുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അനർഹമായി സപ്ലയർ ഇനത്തിൽ തട്ടിയെടുത്തത്. പരമാവധി നിശ്ചയിച്ചിട്ടുള്ള എണ്ണത്തിന് ദിവസവും സപ്ലയർ ചാർജ് ചെലവെഴുതിയെടുത്തു. ബലികർമ്മങ്ങൾക്ക് മാത്രം പ്രാധാന്യമുള്ള തിരുവല്ലം ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങളുടെ പട്ടികയിൽ യാതൊരു വിശേഷണവും ഇല്ലാത്ത ഞായറാഴ്ച പോലുള്ള ദിവസങ്ങളിൽ കൂടി ഉൾപ്പെടുത്തി വ്യാജരേഖ ചമഞ്ഞ് കൂടുതൽ എണ്ണത്തിലുള്ള സപ്ലയർ തുക എടുത്തുവന്നതാണ് പരാതി. ഇയാൾ തിരുവല്ലം ക്ഷേത്രത്തിലെ ചുമതല ഒഴിഞ്ഞ ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അസ്വാഭാവികത വ്യക്തമാകും. അയാളുടെ കാലത്ത് കൂടുതൽ തുക കണക്കെഴുതി എടുത്തിട്ടുണ്ടെന്നും വ്യക്തം.
ഈ പരാതിയാണ് ദേവസ്വം ഒംബുഡ്സ്മാന് കിട്ടിയത്. പരിശോധിച്ചതിൽ വസ്തുതയും ബോധ്യപ്പെട്ടു. ഇതോടെയാണ് അന്വേഷണം നടത്താൻ ദേവസ്വം ബോർഡിലെ ബന്ധപ്പെട്ടവരോട് നിർദ്ദേശിച്ചത്. ഒംബുഡ്സ്മാന്റെ മുന്നിൽ നിരവധി വിഷയങ്ങളെത്തും. പരാതിക്കാർ ഓർമ്മിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈ വിഷയം ഒംബുഡ്സ്മാന്റെ പരിഗണനയിലേക്ക് വരികയുമില്ല. ഇതിന് ദേവസ്വത്തിലെ ഫയൽ പൂഴ്ത്തലിലൂടെ കഴിയും. ഇതിനു വേണ്ടിയാണ് മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും തുടരുന്നത്. സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷൻ ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നടന്നില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലായ പോലെയായി കാര്യങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിനായി ഒപ്പിട്ട് വാങ്ങേണ്ടത് പേഴ്സണൽ സെക്രട്ടറിയാണ്. നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ഇനി വെളിച്ചമേ കാണില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ CPM അനുകൂല സംഘടനകൾ എതിർത്തിട്ട് മന്ത്രി VN വാസവന്റെ പിടിവാശിയാണ് വിജയിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പ്രശാന്തിലേക്ക് എത്തുമെന്ന സൂചനകളുണ്ട്. ഇത് മനസ്സിലാക്കി കൂടിയാണ് നടപടികൾ. 2025 ദ്വാരപാലക ശില്പ കേസ് അന്വേഷണം അട്ടിമറിക്കാനും ഫയൽ നീക്കങ്ങൾ അറിയാനും കൂടിയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ മന്ത്രി ഓഫീസ് ഇടപെടൽ നടത്തിയത്. ഏത് പ്രസിഡന്റ് വന്നാലും പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ്. ജയകുമാറിനെ നിശ്ചയിച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നു. തിരുവല്ലം ക്ഷേത്രത്തിലെ അന്നദാന തട്ടിപ്പ്, അച്ഛൻ കോവിൽ അഴിമതി, മലയാലപ്പുഴയിലെ സസ്പെൻഷനിടെ ഉയർന്ന സ്ത്രീ പീഡനം, അങ്ങനെ പല വിഷയങ്ങളിൽ കുടുങ്ങിയവരുണ്ട്. ഈ അന്വേഷണത്തിൽ പ്രതിക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് കൂടി വ്യക്തമാവുകയാണ് ഈ നിയമനങ്ങൾ. ഏറെ പ്രതീക്ഷയാണ് ജയകുമാറിന്റെ നിയമനം വിശ്വാസികൾക്ക് നൽകിയത്. ദേവസ്വം സംവിധാനത്തെ അടിമുടി ഉടച്ചു വാർക്കുമെന്നും വിലയിരുത്തലുകൾ എത്തി. എന്നാൽ ഒന്നും സംഭവിക്കില്ലെന്ന് വ്യക്തമാവുകയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം. ദേവസ്വം ബോർഡിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഇനി പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി വേണമെന്നും തീരുമാനമുണ്ട്. അതായത് എല്ലാ അർത്ഥത്തിലും അജണ്ട പ്രസിഡന്റ് നിശ്ചയിക്കും. ഫലത്തിൽ ഇതെല്ലാം പേഴ്സണൽ സെക്രട്ടറിയുടെ കയ്യിലൂടെയാകും കടന്നു പോവുക. അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിലെ ഓരോ നീക്കവും സർക്കാർ സംവിധാനത്തിന് അറിയാനാകും. CPM അനുകൂല സംഘടനയുടെ എതിർപ്പുള്ളവർക്ക് മന്ത്രി ഓഫീസിൽ സ്വാധീനം ഏറെയാണ്. ഇത് തന്നെയാണ് പുതിയ ഉത്തരവിലും നിറയുന്നത്. അതായത് പ്രതിസ്ഥാനത്തുള്ളവരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഭരണം തുടരും.